ഓം നമ ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ ലളിതാംബികായൈ നമ. സൗന്ദര്യലഹരി ഒന്നാമത്തെ സ്തോത്രം. ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അധസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യഃ പ്രഭവതി. ഇതാണ് സൗന്ദര്യലഹരിയിലെ ഒന്നാമത്തെ ശ്ലോകം. ഈ ശ്ലോകങ്ങൾ ജപിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഗൂഢമന്ത്രങ്ങൾ നിബദ്ധമാണ് ഈ സ്തോത്രങ്ങളിലെല്ലാം. മന്ത്രങ്ങളെല്ലാം അക്ഷരനിബദ്ധമാണ്. അക്ഷരങ്ങൾ ശുദ്ധമായിട്ട് ഉച്ചരിക്കുമ്പോഴാണ് മന്ത്രശുദ്ധി ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. അതുകൊണ്ട് അക്ഷരങ്ങൾ സ്ഫുടമായിട്ട് ഉച്ചരിക്കുക എന്നുള്ളത് അവശ്യം വേണ്ടുന്നതാണ്. ചുമ്മാതെ കണ്ട് ശിവശക്തിയായുക്തോ ശക്ത പ്രഭവിതും അങ്ങനെ ചൊല്ലിപ്പോകരുത്. ശിവശക്തിയായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും, അങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും സ്ഫുടതയുണ്ടാകണം. ആ സ്ഫുടതയോടുകൂടി വേണം ഇത് ജപിച്ച് ശീലിക്കുവാൻ. ഇത് ആദ്യം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഇനിയും ഇതിനെ ഒന്ന് പദച്ഛേദം ചെയ്ത് പറയാം പഠിക്കാനുള്ള എളുപ്പത്തിനു വേണ്ടി. ശിവ ശക്ത്യാ യുക്തോ യദി ഭവതി ശക്ത പ്രഭവിതും. ശക്ത കഴിഞ്ഞിട്ട് വിസർഗമുണ്ട്, അത് കഴിഞ്ഞു പ്രഭവിതും എന്ന മന്ത്രമാണ്. അതുകൊണ്ട് പ്രഭവിതും ഉച്ചരിക്കുന്നതിന് മുമ്പ് ഇഫ് എന്ന് സൈലന്റ് വരും. അതുകൊണ്ട് ശക്ത പ്രഭവിതും, ശക്ത പ്രഭവിതും പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത വരിയിൽ നചേത് ഏവം ദേവോ ന ഖലു, ഖലു എന്ന് പറയരുത്, ഖലു കുശലസ്പന്ദിതുമപി. കുശല ലകാരം കഴിഞ്ഞിട്ട് വിസർഗമുണ്ട്, പിന്നീട് സ്പന്ദിതുമപി. അപ്പോൾ യഥാർത്ഥത്തിൽ കുശലഹ സ്പന്ദിതുമപി എന്നാണ്, പക്ഷെ നമ്മൾ കുശലസ്പന്ദിതുമപി എന്ന് ജപിക്കും. ഇനി മൂന്നാമത്തെ വരിയിലാണെങ്കിൽ അതഹ ത്വാം ആരാധ്യാം എന്നാണ്. അവിടെ അതഹ പറയില്ല, അതിന് പകരം അധസ്ത്വാം ആരാധ്യാം, അധസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യഃ പ്രഭവതി. അവിടെയും പുണ്യ കഴിഞ്ഞിട്ട് വിസർഗമുണ്ട്, പിന്നീട് വരുന്നത് പ്രഭവതി. അതുകൊണ്ട് പുണ്യ വിസർഗം കഴിഞ്ഞു പ്രഭവതി എന്ന് വരുന്നത് കൊണ്ട് പ്രഭവതിക്ക് മുമ്പായിട്ട് ഇഫ് അത് സൈലൻ്റായിട്ട് വരണം. അപ്പം കഥമകൃത പുണ്യ പ്രഭവതി, കഥമകൃത പുണ്യ പ്രഭവതി ഇങ്ങനെ പറയണം. ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അധസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യഃ പ്രഭവതി. ഇങ്ങനെ ജപിക്കണം. ഇത് ഒരു വരിയിൽ 17 അക്ഷരങ്ങളുള്ള ശിഖരിണീ വൃത്തത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്നാൽ പല സ്തോത്രങ്ങളിലും നമുക്ക് അടുത്ത വരിയിലെ വാക്കുകളും കൂടി ചേർത്ത് പറഞ്ഞെങ്കിൽ മാത്രമേ അർത്ഥം പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് അങ്ങനെ മുറിച്ച് ചൊല്ലേണ്ടി വരും. ഇപ്പോൾ ഇതിൽ 4 വരികളും നമുക്ക് ആ ഓരോ വരിയിലും നിർത്തി നിർത്തി ജപിക്കാവുന്നതാണ്. ഇങ്ങനെ ചൊല്ലി ശീലിക്കുക. ഹരിയോ. അർത്ഥം അടുത്ത ഓഡിയോയ്ക്കകത്ത് പറയാം. ഓം നമസ്തേ. ഇനിയും സൗന്ദര്യലഹരി ഒന്നാം സ്തോത്രത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ശിവ ശിവൻ, ശക്തിയായുക്തോ യതി ശക്തിയോടെ ചേർന്നു എങ്കിൽ, ഭവതി ശക്ത പ്രഭവിതും
പ്രഭവിതും പ്രകർഷേണ പ്രപഞ്ചമായി ഭവിക്കാൻ ശക്ത ഭവതി, ശക്തനായിട്ട് ഭവിക്കുന്നു. അപ്പോൾ ശിവൻ ശക്തിയോട് ചേർന്നു എങ്കിൽ പ്രപഞ്ചമായിട്ട് ഭവിക്കുവാൻ ശക്തനായി ഭവിക്കുന്നു. നചേദേവം, അപ്രകാരമല്ല എങ്കിൽ ദേവോ, ശിവനാകുന്ന ദേവൻ, ന ഖലു കുശല സ്പന്ദിതുമപി, സ്പന്ദിക്കുവാൻ പോലും കുശല സാമർഥ്യമുള്ളവനായി ന ഖലു ഭവിക്കുന്നില്ല. അപ്പോൾ ശക്തിയോട് ചേർന്നില്ല എങ്കിൽ ദേവൻ ഒന്ന് സ്പന്ദിക്കുവാൻ പോലും സമർത്ഥനായി ഭവിക്കുന്നില്ല. എന്നാൽ ശക്തിയോട് ചേർന്നാലോ ഈ പ്രപഞ്ചമായി പ്രഭവിക്കുവാൻ ശക്തനാകുകയും ചെയ്യുന്നു. അതു കാരണം ത്വാം, അല്ലയോ അമ്മേ, അവിടുന്ന് ആരാധ്യയാണ്. ആർക്ക്? ഹരി ഹര വിരിഞ്ച ആദിഭിരപി. ഹരി പാലനകർത്താവായ വിഷ്ണു, ഹരൻ സംഹാരകർത്താവായ രുദ്രൻ, വിരിഞ്ചൻ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ്, ആദിഭിരപി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാര കർത്താക്കളായ ത്രിമൂർത്തികൾ മാത്രമല്ല, ആദിഭിരപി മറ്റു ദേവന്മാരെല്ലാം, അഷ്ടദിക്പാലകന്മാർ തുടങ്ങിയുള്ളതായ സകല ദേവതഗണങ്ങൾക്കും അവിടുന്ന് ആരാധ്യയാണ്. പ്രണന്തും സ്തോതും വ, അങ്ങനെയുള്ള അവിടുത്തെ പ്രണമിക്കുവാനും സ്തോതും വ, സ്തുതിക്കുവാനും കഥമകൃത പുണ്യപ്രഭവതി, പുണ്യം കൃതമായിട്ടില്ലാത്തവർക്ക്, കൃതപുണ്യന്മാരല്ലാത്തവർക്ക്, പുണ്യം ചെയ്തിട്ടില്ലാത്തവർക്ക് കഥം, എപ്രകാരം പ്രഭവതി സാമർഥ്യമുണ്ടാകും, അല്ലെങ്കിൽ അവർ സമർത്ഥനായിട്ട് തീരും. അപ്പോൾ സകല ദേവന്മാർക്കും ആരാധ്യയായ അവിടുത്തെ പ്രണമിക്കുവാനും സ്തുതിക്കുവാനും പുണ്യം ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് സാധിക്കുകയില്ല എന്നു പറഞ്ഞുകൊണ്ടാണ് സൗന്ദര്യലഹരി ആരംഭിക്കുന്നത്. അതുകൊണ്ട് സജ്ജനങ്ങളെ, നമ്മളെല്ലാം ആ പുണ്യം ചെയ്തിട്ടുള്ളവരാണ്, അമ്മയുടെ കൃപയ്ക്ക് പാത്രീഭവിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് അകമഴിഞ്ഞമ്മയെ സൗന്ദര്യലഹരി കൊണ്ട് സ്തോത്രം ചെയ്തോളൂ. ഭക്തന്മാർക്ക് സർവമംഗളങ്ങളും ഉണ്ടാകുന്നതിനായി മംഗളസൂചകമായ ശിവശബ്ദം കൊണ്ടാണ് ആദ്യ ശ്ലോകം ആരംഭിക്കുന്നത്. സർവമംഗളങ്ങളുടെയും ഇരിപ്പിടവും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ രൂപത്തിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ലയങ്ങൾക്ക് കാരണഭൂതനുമാണ് ശിവൻ. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ ഇതു മൂന്നും വേറെ വേറെ അല്ല. സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന 3 കർമ്മങ്ങളോട് ബന്ധപ്പെട്ടു 3 പേരുകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വസ്തു ഒന്ന് തന്നെയാണ്. ശിവൻ തന്നെയാണ് ബ്രഹ്മാവ്, ശിവൻ തന്നെയാണ് വിഷ്ണു, ശിവൻ തന്നെയാണ് രുദ്രനായിരിക്കുന്നതും. ഇനിയും ഇവിടെ ശിവനെ വിശേഷിപ്പിച്ചത് ദേവോ എന്നാണ്. ദേവൻ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശിപ്പിക്കുന്നത് എന്നാണ്. നമ്മളുടെ കാത് ശബ്ദത്തെ പ്രകാശിപ്പിക്കുന്നു, കണ്ണു രൂപത്തെ പ്രകാശിപ്പിക്കുന്നു എന്നതുപോലെ ഈ പ്രപഞ്ചത്തെ നമുക്ക് അനുഭവത്തിൽ തരുന്ന ദേവൻ ശിവനാണ്. അപ്പോൾ ശിവൻ തന്നെ പ്രപഞ്ചമായിട്ട് ഭവിക്കുന്നു. എന്നിട്ട് ആ പ്രപഞ്ചത്തെ നമ്മളുടെ ആത്മസ്വരൂപമായി ഇരുന്നു കൊണ്ട് ശിവൻ തന്നെ നമുക്ക് അനുഭവത്തിൽ തരികയും ചെയ്യുന്നു. പുരുഷസൂക്തം മന്ത്രത്തിൽ പറയും, സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. അനേകം തലകളോടും അനേകം കണ്ണുകളോടും എണ്ണമില്ലാത്തത്ര കാലുകളോടും കൂടിയതാണ് ഈ പുരുഷൻ. ഇവിടെ തലകളെന്ന് ഉദ്ദേശിക്കുന്നത് എത്ര പ്രാണികളുണ്ടോ അവരുടെ എല്ലാം അന്ധകരണമായിരിക്കുന്നത് ഈ പുരുഷനാണ്. സഹസ്ര അക്ഷ എന്ന് പറയുന്ന എത്ര പ്രാണികളുണ്ടോ അവരുടെ എല്ലാം ജ്ഞാനേന്ദ്രിയങ്ങളായിരിക്കുന്നത് ഈ പുരുഷനാണ്. സഹസ്രപാദ എന്ന് പറഞ്ഞാൽ എത്ര പ്രാണികളുണ്ടോ അവയിലെല്ലാം കർമ്മേന്ദ്രിയങ്ങളായിരിക്കുന്നതും ഈ പുരുഷൻ തന്നെയാണ്. ആ പുരുഷനോ സഭൂമിം വിശ്വതോ വൃത്വ, ഈ ഭൂമിയെയും വിശ്വത്തെയും ആവരണം ചെയ്ത് അത്യധിഷ്ഠ ദശാങ്കുലം 10 അങ്കുലം കൂടി അതിക്രമിച്ചിരിക്കുന്നു.
എന്നിട്ട് പറയുക പുരുഷ ഏവ ഇതകും സർവം, ഈ കാണപ്പെടുന്നതെല്ലാം പുരുഷൻ തന്നെയാണ്. യത് ഭൂതം യച്ച ഭവ്യം, ഭൂതവും വർത്തമാനവും ഭാവിയുമായി നമുക്ക് അനുഭവവേദ്യമാകുന്ന കാലശക്തി അത് ഈ പുരുഷൻ തന്നെയാണ്. മാറ്റമാണ് കാലത്തിൻ്റെ സ്വഭാവം. തുടർന്നു പറയുന്നു ഉദ അമൃതത്വസ്യ ഈശാനഹ, കൂടാതെ അമൃതസ്വരൂപമായിരിക്കുന്നതും ഈ പുരുഷൻ തന്നെയാണ്. അപ്പോൾ പുരുഷന് അമൃതസ്വരൂപമായി അല്ലെങ്കിൽ നിശ്ചലമായിരിക്കുന്നതായ അവസ്ഥയുമുണ്ട്. അതുപോലെ ഈ പുരുഷന് സദാ മാറ്റത്തിന് വിധേയമാകുന്ന കാലസ്വരൂപമായിരിക്കുന്ന അവസ്ഥയുമുണ്ട് എന്ന് സാരം. തുടർന്ന് പറയുന്നു യത് അന്നേന അതിരോഹതി, യാതൊരു പുരുഷനാണോ അന്നേന അതിരോഹതി, അന്നത്തിൽ കൂടി വികാസം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ പ്രപഞ്ചം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, അത് അന്നത്തിൽ കൂടിയാണ് വളർന്നുകൊണ്ടേയിരിക്കുന്നത്. അന്നം എന്ന് പറഞ്ഞാൽ ദ്രവ്യം എന്നർത്ഥം. പഞ്ചഭൂതങ്ങളെല്ലാം ദ്രവ്യങ്ങളാണ്. ദ്രവ്യം എന്ന് പറഞ്ഞാൽ അത് ഊർജത്തിൻ്റെ അല്ലെങ്കിൽ ശക്തിയുടെ ഘനീഭവിച്ചിരിക്കുന്നതായ അവസ്ഥയാണ് ദ്രവ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുരുഷൻ തന്നിൽ തന്നെ അന്തർലീനമായിരിക്കുന്നതായ ആ ശക്തിയെ സ്വീകരിച്ച് ആ ശക്തി ഘനീഭവിച്ച് ദ്രവ്യമായി തീർന്ന് ആ ദ്രവ്യത്തിൽ കൂടി ഈ പ്രപഞ്ചമായിട്ട് ഇങ്ങനെ വികാസം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പുരുഷ സൂക്തം പറയുന്നതിൻ്റെ സാരം. തുടർന്ന് ഈ പുരുഷ സൂക്തത്തിൽ പറയുന്നു പാദോ അസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി, ഈ പുരുഷൻ 3 പാദം കൊണ്ട് അമൃതാത്മകനായി, അതായത് നിർവികാരനായി, നിശ്ചലനായി, യാതൊരു സ്പന്ദനങ്ങൾക്കും വിധേയമാകാതെ കണ്ടിരിക്കുമ്പോൾ പാദോ അസ്യ വിശ്വാഭൂതാനി, ഒരു പാദം കൊണ്ട് ഈ വിശ്വമായിട്ട് ഭവിച്ചിരിക്കുന്നു. അപ്പോൾ പുരുഷന്റെ 3 ഭാഗങ്ങൾ അമൃതാത്മകമായി നിഷ്പന്ദമായിരിക്കുമ്പോൾ ഒരു ഭാഗം തൻ്റെ ശക്തിയോട് ചേർന്ന് ഈ പ്രപഞ്ചമായിട്ട് പ്രകടീഭവിച്ചിരിക്കുന്നു. ഇതുതന്നെയാണ് ആചാര്യൻ സൗന്ദര്യലഹരിയുടെ 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അല്ലയോ ഭഗവതി, ശിവൻ ശക്തിസ്വരൂപിണിയാകുന്ന അവിടുത്തോട് ചേർന്നെങ്കിൽ മാത്രമേ എന്താകുന്നുള്ളൂ, ഈ പ്രപഞ്ചമായി പ്രഭവിക്കുവാൻ ശക്തനായി ഭവിക്കുന്നുള്ളൂ. ശക്തിയോട് ചേരാത്തതായ ശിവൻ അമൃതാത്മകനാണ്, സ്പന്ദനാത്മകനല്ല. ഈ ശക്തിയോട് ചേർന്ന ശിവൻ തന്നെയാണ് നമുക്ക് പ്രാപഞ്ചിക അനുഭവങ്ങളെയെല്ലാം തരുന്ന ദേവനായിരിക്കുന്നതും. ഈ കാര്യം നമുക്ക് സുവ്യക്തമാണ് താനും. നമ്മളുടെ മനസ്സ് വികാസം പ്രാപിച്ചിരിക്കുന്ന ഉണർന്നിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ജാഗ്രത അവസ്ഥയിൽ നമുക്ക് ബാഹ്യലോകത്തിലെ പ്രപഞ്ചാനുഭവങ്ങളെല്ലാം ഉണ്ട്. ഇന്ദ്രിയങ്ങളെല്ലാം ഉൾവലിഞ്ഞിരിക്കുന്നതായ സ്വപ്നാവസ്ഥയിൽ ആന്തരിക ലോകത്തിൽ മനസ്സ് സൃഷ്ടിക്കുന്നതായ പ്രാപഞ്ചിക അനുഭവങ്ങളും നമുക്കുണ്ട്. എന്നാൽ മനസ്സ് വിലയം പ്രാപിക്കുന്നതായ സുഷുപ്തി അവസ്ഥയിൽ നമുക്ക് പ്രാപഞ്ചികമായ അനുഭവങ്ങൾ ഒന്നും തന്നെയില്ല. അപ്പോഴും ആത്മാവാകുന്ന ശിവൻ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആത്മാവാകുന്ന ശിവൻ മനസ്സാകുന്ന ശക്തിയോട് ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രാപഞ്ചിക അനുഭവങ്ങളെല്ലാം തരാൻ പ്രാപ്തനാകുന്നുള്ളൂ. മനസ്സ് ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സൃഷ്ടിയുമില്ല, ഒരു സ്ഥിതിയുമില്ല, സംഹാരത്തിൽ ശൂന്യത മാത്രം. സുഷുപ്തിയാവസ്ഥയിൽ നമ്മളുടെ മനസ്സ് ആത്മാവാകുന്ന പുരുഷനിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. ഈ സുഷുപ്തിയാവസ്ഥയിൽ നിന്നും നമ്മൾ ഉണർന്നു വരുന്നത് നമ്മളാരും പറഞ്ഞിട്ടല്ലല്ലോ. നമ്മുടെ അബോധതലത്തിൽ ഉണ്ടാകുന്ന ഒരു ഇച്ഛയുടെ പരിണിതഫലമായിട്ട് മനസ്സ് വികാസം പ്രാപിക്കുന്നു. ഈ പ്രാപഞ്ചിക അനുഭവങ്ങളിലേക്ക് നമ്മൾ ഉണർന്നു വരികയാണ്. ഇങ്ങനെ ഉണർന്നു വരുമ്പോൾ നമ്മളിൽ സൃഷ്ടിയും സ്ഥിതിയും നടക്കുന്നു. പിന്നീട് പ്രളയമുണ്ടാകുന്നു, അതാണ് സുഷുപ്തിയും. ഇതിൻ്റെ ഒരു വലിയ പതിപ്പ്, ഇത് നമ്മൾ ഈ വ്യഷ്ടിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നടക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ പതിപ്പാണ് സമഷ്ടിയിൽ നടക്കുന്നതായ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം. ഉദ്ദാലകൻ എന്നു പറയുന്നതായ അച്ഛൻ തൻ്റെ മകനായ ശ്വേതകേതുവിനോട് പറഞ്ഞു, ഒരു പേരാലിൻ്റെ കുരുവെടുത്തിട്ട് വരാൻ പറഞ്ഞു. ഏറ്റവും വലിയ ചെറിയൊരു കുരു. അതിനെ പിളർക്കാൻ പറഞ്ഞു. പിളർന്നു. എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു.
മകനെ, അതിസൂക്ഷ്മമായ ആ കുരുവിൽ ഒരു വലിയ വടവൃക്ഷം സൂക്ഷ്മമായി സുഷുപ്തമായി ഇരിപ്പുണ്ട്. ഈ സൂക്ഷ്മാവസ്ഥയിൽ നിന്നും സ്ഥൂലാവസ്ഥയിലേക്ക് വികാസം പ്രാപിക്കുന്നതാണ് വടവൃക്ഷം. അതുപോലെ ഈ പ്രപഞ്ചമുണ്ടാകുന്നതിനു മുമ്പ് ഉണ്ടായിരുന്ന പ്രപഞ്ചത്തിൻ്റെ ബീജത്തെ വിളിക്കുന്ന പേരാണ് ബ്രഹ്മം. അതിനെ തന്നെ തത്ത്, സത്ത്, ഓം എന്നൊക്കെ പറയും. അതിനകത്ത് ഇന്ന് നാമരൂപാത്മകമായി കാണുന്നതായ ഈ പ്രപഞ്ചം സൂക്ഷ്മമായി വിലയം പ്രാപിച്ചിരുന്നു. പേരാലിൻ്റെ കുരുവിൽ വടവൃക്ഷം സൂക്ഷ്മമായി വിലയം പ്രാപിച്ചിരുന്നതുപോലെ പുരുഷൻ്റെ തന്നെ ഇച്ഛയാൽ ആ സൂക്ഷ്മാവസ്ഥയിൽ നിന്നും സ്ഥൂലാവസ്ഥയെ പ്രാപിച്ച് ഘനീഭവിച്ച് ദ്രവ്യമായി ഈ പ്രപഞ്ചമായി പ്രകടീഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്കും സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കും വികാസം പ്രാപിക്കുവാനും സങ്കോചിക്കുവാനുമുള്ളതായ പുരുഷവിശേഷത്തെ തന്നെ വിളിക്കുന്ന പേരാണ് ബ്രഹ്മശക്തി. ആ ബ്രഹ്മത്തിൻ്റെ ശക്തി അത് ബ്രഹ്മത്തിൽ നിന്നും അന്യമല്ല, പുരുഷനിൽ നിന്നും അന്യമല്ല, അല്ലെങ്കിൽ ശിവനിൽ നിന്നും അന്യമല്ല. ശിവനില്ലെങ്കിൽ ശക്തി ഇല്ല. ഈ ശക്തിയെ തന്നെയാണ് ബ്രഹ്മത്തിൽ അധിഷ്ഠിതമായി സുഷുപ്തമായിരിക്കുന്ന ഈ ബ്രഹ്മശക്തിയെ വിളിക്കുന്ന പേരാണ് മൂലപ്രകൃതി ത്രിഗുണാത്മിക. ശക്തി 3 സ്വഭാവങ്ങളോടുകൂടി കാണപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ത്രിഗുണാത്മിക എന്നുള്ള പേര് ഉണ്ടായത്. ദേവീ ഭാഗവതത്തിലൊരു കഥയുണ്ട്. ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും കൂടി ഒരു വിമാനത്തിൽ, ദേവിയാൽ നിയോഗിക്കപ്പെട്ട ഒരു വിമാനത്തിൽ കയറി മണിദ്വീപത്തിലെത്തും. അവിടെ വെച്ച് അവർ ഭഗവതിയെ കാണും, ദൂരെ നിന്നുകൊണ്ടേ കാണും. അപ്പോൾ വിഷ്ണു ആ ബ്രഹ്മാവിനോടും രുദ്രനോടും പറഞ്ഞു കൊടുക്കുകയാണ്, ഇവളാണ് ആ ഭഗവതി, നമുക്കൊക്കെയും ആശ്രയം, മഹാവിദ്യ, മഹാമായ, പൂർണ്ണപ്രകൃതി. ഇവള് പരമാത്മാവിൻ്റെ ഇച്ഛാസ്വരൂപമാണ്. പുരുഷാനുഗയായുള്ള ഇവൾ മൂലപ്രകൃതിയാണ്. പരമാത്മാവിനെ ഇവൾ നമുക്ക് കാണിച്ചു തരുന്നു, വിശ്വം സൃഷ്ടിച്ച് സകല ജീവാത്മാക്കളെയും ആ അദൃശ്യനായിരിക്കുന്ന പരമാത്മാവിനെ അനുഭവത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദേവി ഈ വിശ്വം ചമയ്ക്കുന്നത് എന്ന് സാരം. തുടർന്ന് വിഷ്ണുവും രുദ്രനും ബ്രഹ്മാവും എല്ലാം ആ ദേവിയെ സ്തുതിക്കും. അതിനുശേഷം ബ്രഹ്മാവ് ആ ദേവിയോട് ചോദിക്കും, അദ്വിതീയം ബ്രഹ്മം ഏകം എന്നല്ലീ വേദഭാഷിതം, ബ്രഹ്മം ഒന്നേ ഉള്ളൂ എന്നാണല്ലോ വേദങ്ങൾ പറയുന്നത്. അത് നീയാണോ? നീ പുമാനാണോ അതോ നാരിയാണോ അതോ പുമാനും നാരിയുമായിട്ട് രണ്ടുണ്ടോ? ഈ ശങ്കയെല്ലാം ഒന്ന് തീർത്തു തരയണമേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ദേവി പറയുക, ഒന്നേയുള്ളൂ, ഭേദമില്ല എനിക്കും അവനും, സദാ അവൻ താൻ ഞാൻ, ഞാൻ അവനും, ഭേദം ബുദ്ധിഭ്രമത്തിനാൽ, ഞങ്ങൾക്കുള്ള അന്തരം അതീവ സൂക്ഷ്മമാണ്. അത് ഗ്രഹിക്കുന്നവൻ ആരാണോ അവനാണ് ബുദ്ധിമാൻ, അവനാണ് ഈ സംസാരക്കടൽ കടക്കുന്നത്. നിത്യവും സനാതനവും ബ്രഹ്മം ഒന്നുതാനാണ്, അത് അദ്വിതീയമാണ്. സൃഷ്ടികാലം വരുന്നേരം രണ്ടെന്ന ഭാവം വരികയാണ്. ഈ പറയുന്നതിൻ്റെ എല്ലാം സാരം ശിവനും ശക്തിയും രണ്ടല്ല, ശിവനും ശക്തിയും ഒന്നു തന്നെയാണ്. ശിവനില്ലെങ്കിൽ ശക്തിയില്ല. ശക്തിയിൽ കൂടി മാത്രമേ നമുക്ക് ശിവനെ അനുഭവത്തിൽ കൊണ്ടുവരുവാൻ പറ്റത്തുള്ളൂ. ഈ കാണപ്പെടുന്നതെല്ലാം ശക്തിയുടെ വിലാസമാണ്. എന്നാൽ ശിവൻ ശക്തിയിൽ നിന്നും അന്യമല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ശിവൻ തന്നെയാണ് പ്രപഞ്ചമായി പ്രകടീഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ സാരം. അതുപോലെ ശക്തിയോട് ചേരാത്തതായ ശിവൻ നിഷ്പന്ദമാണ്, നിർവികാരമാണ്. ഈ പ്രപഞ്ചസൃഷ്ടിയുടെ പ്രേരണ എന്ന് പറയുന്നത് തന്നെ ഈ ശക്തിവിശേഷമാണ്. ഈ ശക്തിവിശേഷം ശിവനിൽ നിന്ന് അന്യമല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം സാരം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ശക്തിയിൽ കൂടി നമ്മൾ ഈ ശിവനെ സാക്ഷാത്കരിക്കുന്നത്? അത് ഉപനിഷത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന് 3 അവസ്ഥകളുണ്ട്. ഈ 3 അവസ്ഥകൾക്കും സാക്ഷിയായി നിൽക്കുന്ന ഒരു ബോധമുണ്ട്. ആ ബോധം
നമുക്ക് മനസ്സിലാക്കാനൊരു കാര്യമാണ്. മനസ്സില്ല എങ്കിൽ നമുക്ക് പ്രാപഞ്ചിക അനുഭവങ്ങളൊന്നുമില്ല. മനസ്സ് വിലയം പ്രാപിച്ച സുഷുപ്തിയിൽ പ്രാപഞ്ചിക അനുഭവങ്ങളൊന്നുമില്ല. പക്ഷേ അപ്പോഴും ഈ ആത്മാവ് ഈ ശരീരത്തിലുണ്ട്. നമുക്ക് ആ മനസ്സിൻ്റെ അപ്പുറമുള്ള ആത്മാവിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പുറമുള്ളതായ നമ്മളെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒക്കെ ധാരണയുണ്ട്. അപ്പം മനസ്സിൻ്റെ അപ്പുറമുള്ളതായ ആ ആത്മാവ്, അതിനെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ നമ്മളോട് വേദം പറയുകയാണ്, പ്രപഞ്ച ഉപശമം ശാന്തം. പ്രാപഞ്ചിക അനുഭവങ്ങളെല്ലാം ശാന്തമായി, അതെല്ലാം ഉപശമിച്ചതിന് ശേഷം ശാന്തം, പ്രപഞ്ച ഉപശമം ശാന്തം, ശിവം ആനന്ദാത്മകം. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ശിവം. പ്രപഞ്ച ഉപശമം ശാന്തം ശിവം അദ്വൈതം. അദ്വൈതമായിരിക്കുന്ന, രണ്ടില്ലാതിരിക്കുന്ന ഭാവം അദ്വൈതം. ചതുർത്ഥം മന്യന്തേ, അതാണ് ജാഗ്രത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കും അപ്പുറമുള്ളതായ, അതിനെല്ലാം സാക്ഷിയായിരിക്കുന്നതായ ആ ബോധം. ചതുർത്ഥം, നാലാമത്തെ അവസ്ഥ, തുര്യം എന്ന് പറയും. ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയ, അതിനെയാണ് അറിയേണ്ടുന്നത്. അപ്പം അങ്ങനെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഈ മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിരിക്കുന്ന ശാന്തവും അദ്വിതീയവുമായിരിക്കുന്ന ആ ബോധത്തെ വിളിക്കുന്ന പേരാണ് ശിവം. ആ ശിവനെ സാക്ഷാത്കരിക്കാൻ ഈ ശക്തിയിൽ കൂടി മാത്രമേ സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ട് സൗന്ദര്യലഹരിയുടെ ഒരു ലക്ഷ്യം ആ ശിവനെ സാക്ഷാത്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇത് നമുക്ക് സമർപ്പണം ചെയ്യാം. ഈ ശക്തിസ്വരൂപിണിയായിരിക്കുന്ന ഭഗവതിക്ക് വിദ്യ എന്നും അവിദ്യ എന്നും രണ്ട് ഘടകങ്ങളുണ്ട്. അവിദ്യ എന്ന് പറഞ്ഞാൽ രജോ ഗുണവും തമോ ഗുണവും കലർന്നിരിക്കുന്നതാണ്. ഈ അവിദ്യയിൽ കൂടി പ്രതിബിംബിക്കുന്നതായ ബ്രഹ്മചൈതന്യത്തെയാണ് ജീവൻ എന്ന് വിളിക്കുക. എന്നാൽ ഈ ഭഗവതിക്ക് തന്നെ വിദ്യ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അത് ശുദ്ധ സാത്വിക ഗുണമാണ്. ഈ ശുദ്ധ സാത്വിക ഗുണത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്നതായ ഈ ബ്രഹ്മചൈതന്യത്തെയാണ് വേദാന്തത്തിൽ ഈശ്വരൻ എന്ന് പറയുക. ആ ഈശ്വരനെയാണ് ഇവിടെ ശിവനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കും ഈ ശിവനെ സാക്ഷാത്കരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അന്ധകരണവും ഇതുപോലെ ശുദ്ധ സാത്വിക സ്വരൂപമാകണം എന്ന് സാരം. നമുക്കെല്ലാം ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്നവസ്ഥകളുണ്ട്. അതിലെ ജാഗ്രത അവസ്ഥ ഉണ്ടാകുന്നത് സ്ഥൂല ശരീരത്തിനോട് ബന്ധപ്പെട്ട്, സ്വപ്നാവസ്ഥ ഉണ്ടാകുന്നത് സൂക്ഷ്മ ശരീരത്തിനോട് ബന്ധപ്പെട്ട്, നമുക്ക് സുഷുപ്തി ഉണ്ടാകുന്നത് കാരണശരീരത്തിനോട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് നമുക്ക് ജാഗ്രത അവസ്ഥയിൽ നമ്മളെ ഈ ജീവനെ വിളിക്കുന്നത് വിശ്വൻ, സ്വപ്നാവസ്ഥയിൽ തേജസൻ, അതുപോലെ സുഷുപ്തി അവസ്ഥയിൽ പ്രാജ്ഞൻ, കാരണശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ. ഇതുപോലെ ഈ പ്രപഞ്ച പുരുഷനുമുണ്ട്. പ്രപഞ്ച പുരുഷനെ വിരാട്ട്, ഹിരണ്യഗർഭൻ, ഈശ്വരൻ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഈ ശുദ്ധ സാത്വിക സ്വരൂപമായിരിക്കുന്ന കാരണ ശരീരത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ബ്രഹ്മചൈതന്യത്തെയാണ് ഈശ്വരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ ഈശ്വരനെയാണ് ഇവിടെ ശിവനായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ശിവപ്രാപ്തി നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ശുദ്ധ സാത്വിക സ്വരൂപത്തിൻ്റെ ഗുണം നമുക്ക് നമ്മുടെ അന്തരംഗത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി കൂടിയാണ് ഈ സൗന്ദര്യലഹരി എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. ശിവനെ സാക്ഷാത്കരിക്കുക. വിശ്വം ചമച്ച് ദേവി ഈ ശിവനെ നമുക്ക് കാട്ടി തരുന്നു. അപ്പോൾ ആ ശിവനെ നമുക്ക് അനുഭവവേദ്യത്തിൽ ആകട്ടെ. ഇനിയും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതായ ഗൂഢമന്ത്രങ്ങളെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. അത് അടുത്ത ഓഡിയോയിൽ പറയാം. ഹരിയം ഹരിയം. ഇനിയിപ്പോൾ നമ്മൾ ഈ സൗന്ദര്യലഹരിയിലെ ഒന്നാമത്തെ സ്തോത്രത്തിൽ അടങ്ങിയിരിക്കുന്നതായ ചില രഹസ്യങ്ങളെക്കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പറയുകയാണ്. നമ്മളെല്ലാം ലളിതാ സഹസ്രനാമത്തിൽ കേട്ടുണ്ടാവും. ശ്രീചക്രരാജ് നിലയ ശ്രീമത് ത്രിപുര സുന്ദരി ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ലളിതാദേവിയെ ഉപാസിക്കാൻ വേണ്ടിയുള്ളതായ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതായ യന്ത്രസ്വരൂപമാണ് ഈ ശ്രീചക്രം എന്ന് പറയുക. അതിനകത്ത് 4 ത്രികോണങ്ങൾ മുന മേൽപോട്ട്, അതിൻ്റെ മുകളിൽ 5 ത്രികോണങ്ങൾ മുന കീഴ്പോട്ടായിട്ട് വെക്കുന്നു. ഇങ്ങനെ 5ഉം 4ഉം 9 ത്രികോണങ്ങൾ ചേർന്നിട്ടാണ് ഇതിൽ ഈ ശ്രീചക്ര രൂപകൽപ്പന ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശാലമായിട്ട് പിന്നീട് പറയും. ഈ ശ്രീചക്രം ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ രേഖീയമായിരിക്കുന്ന ഒരു ചിത്രമാണ് എന്നാണ് പറയുക. അപ്പോൾ ഇതിനകത്ത് മേൽപോട്ടുള്ളതായ 4 ത്രികോണങ്ങൾ, അത്
ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയം ഈ 4 അവസ്ഥകളിലുള്ളതായ ബോധമാകുന്ന ശിവനെ സൂചിപ്പിക്കുന്നതാണ് എന്നും താഴേക്കുള്ളതായ 5 ത്രികോണങ്ങൾ അത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം ഈ പഞ്ചകൃത്യങ്ങളെ ചെയ്യുന്നതായ ദേവിയെ സൂചിപ്പിക്കുന്നതാണ് എന്നുമാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശിവനെയും ശക്തിയെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന കാരണം കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ ശരീരമായ ശ്രീചക്രത്തിനെ കുറിച്ചുള്ളതായ സ്മരണ ഇതിനകത്തുണ്ട്. ശ്രീചക്രം ഈ സ്തോത്രത്തിൽ ആവിർഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇനിയും ദേവിയെ ഉപാസിക്കുവാനുള്ളതായ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് ശ്രീവിദ്യാ മന്ത്രം. അത് 15 അക്ഷരങ്ങളുള്ളതുണ്ട്, 16 അക്ഷരങ്ങളുള്ളതുണ്ട്. കായേ ഈളഹ്രീം ഹസ കകളഹ്രീം സകളഹ്രീം ഇത് പഞ്ചദശാക്ഷരി 15 അക്ഷരങ്ങളുള്ളത്. അതിൻ്റെ കൂടെ ശ്രീം കൂടെ ചേർത്ത് കഴിയുമ്പോൾ 16 അക്ഷരങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ ആദ്യത്തെ 2 വരികളിലായി 16 പദങ്ങളുണ്ട്. ഈ 16 പദങ്ങളായി ഇത് രചിക്കാൻ കാരണം ഇതിനകത്ത് ഈ ഷോഡശാക്ഷരി മന്ത്രം നിഗൂഢമായി ചേർത്തിരിക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് ഈ മന്ത്രം ആവർത്തിച്ച് ജപിക്കുമ്പോൾ ഈ ഷോഡശാക്ഷരി മന്ത്രത്തിൻ്റെ ദേവതയുടെ ഉദ്ധാരണം നമ്മുടെ ഉള്ളിലുണ്ടാകും എന്ന് സാരം. അതുപോലെ ഷോഡശാക്ഷരി മന്ത്രത്തിലെ ക എന്ന് പറഞ്ഞാൽ ശിവനാണ്, എ എന്ന് പറഞ്ഞാൽ ശക്തിയാണ്. അതുകൊണ്ട് ശിവശക്തിയ എന്ന് പറയുന്നതായ ആ 2 മന്ത്രങ്ങൾ കൊണ്ട് തുടങ്ങിയതുകൊണ്ട് ഇതിനകത്ത് ഷോഡശാക്ഷരി മന്ത്രം നിഗൂഢമായി ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആചാര്യന്മാർ സമർത്ഥിക്കുന്നത്. കൂടാതെ ഈ സ്തോത്രത്തിൽ നമഃശിവായ എന്ന പഞ്ചാക്ഷരി അടങ്ങിയിട്ടുണ്ട്, ഓംകാരം എന്ന പ്രണവം അടങ്ങിയിട്ടുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായി ദേവിയെ സംബന്ധിക്കുന്ന ശ്രേഷ്ഠമായ ബീജാക്ഷരങ്ങളാണ് ഐം ഹ്രീം ക്ലീം. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായെ വിച്ച്. നവാക്ഷരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ 3 ബീജാക്ഷരങ്ങളാണ് ഐം ഹ്രീം ക്ലീം. ഐം വാഗ്ബീജം, ഹ്രീം മായാബീജം, ക്ലീം കാമരാജകൂടം എന്നാ പറയുക. അതായത് ക്ലീം എന്ന് പറഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്നതും സാത്വിക ഗുണത്തെ നമ്മൾ വളർത്തുന്നതുമായ ബീജാക്ഷരമാണ് ക്ലീം എന്ന കാമരാജ കൂട മന്ത്രം. ദേവി ഭാഗവതത്തിൽ ഒരു സുദർശനൻ്റെ കഥ പറയും. 5 വയസ്സുള്ളപ്പോൾ ആ കുട്ടി കൂട്ടുകാർ മറ്റൊരുത്തനെ ക്ലീബ എന്ന് വിളിച്ചപ്പോഴേ അതിനകത്ത് ക്ലീം മാത്രം കേട്ടു. എന്താണെന്നറിയാതെ കണ്ട് കുട്ടിക്ക് അതിനകത്തൊരു ആകർഷണം ഉണ്ടായി. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ക്ലീം 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 എന്നിങ്ങനെ ജപിച്ചുകൊണ്ടേ നടക്കും. അർത്ഥവും ആശയമൊന്നും അറിയില്ല. അങ്ങനെ ജപിച്ചുകൊണ്ട് നടന്നതായ ആ കുട്ടിക്ക് ഗരുഡോപരി വിളങ്ങുന്നതായ വൈഷ്ണവി ദേവി പ്രത്യക്ഷീഭവിച്ചു, വേണ്ടുന്ന വരമെല്ലാം കൊടുത്തു. പിന്നെ ഭാവിയിൽ എല്ലാവിധമായ സമ്പത്തുകളും അദ്ദേഹം നഷ്ടപ്പെട്ടു പോയതായ സമ്പത്തുകളും എല്ലാം തിരിച്ചു കിട്ടി. അതിന് സഹായിച്ചതായ മന്ത്രമാണ് ക്ലീം എന്ന് പറയും. അതൊക്കെ പിന്നീട് നമുക്ക് കഥയെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം. പിന്നീട് ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീകൃഷ്ണ ഭഗവാൻ രാസലീല ആടുന്നതിന് തയ്യാറായി നിൽക്കുമ്പോൾ ഓടക്കുഴലിൽ കൂടി ഈ കാമരാജകൂടമാകുന്ന ക്ലീംകാരമാണ് ഇങ്ങനെ വായിച്ചത്. അത് കേട്ടതായ ഗോപികമാരാണ് എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ അടുക്കലേക്ക് ഓടിയെത്തിയത് എന്ന് പറയും. അങ്ങനെ എല്ലാ അഭീഷ്ടങ്ങളെയും സാധിച്ചു തരുന്നതും വശീകരണശേഷി വളരെയധികം ഉള്ളതുമായ ഒരു ബീജാക്ഷരമാണ് ഈ ക്ലീം. ഈ ക്ലീം എന്ന് പറയുന്നതായ ബീജാക്ഷരം ഈ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ മൂലമാണ്, ബീജമാണ്. അതുകൊണ്ട് ആരാണോ ഈ ശ്ലോകം അല്ലെങ്കിൽ ഈ സ്തോത്രം 1-ാമത്തെ സ്തോത്രം ആവർത്തിച്ചാവർത്തിച്ച് ജപിക്കുന്നത് അവരിൽ ഈ വൈഷ്ണവീ ദേവിയുടെ സ്വാധീനമുണ്ടാകുകയും അവർക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങൾ വന്നു ചേരുകയും ചെയ്യും എന്നു മാത്രമല്ല, ദാമ്പത്യബന്ധം സുദൃഢമാക്കുവാൻ വേണ്ടി ഈ ശ്ലോകം ആവർത്തിച്ച് ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നുകൂടി ആചാര്യന്മാർ പറയുന്നു. പിന്നെ സൗന്ദര്യലഹരിയിലെ ഓരോ ശ്ലോകത്തിലും ഓരോ യന്ത്രങ്ങൾ നിഗൂഢമായിട്ടുണ്ട് എന്നും അതിൻ്റെ ബീജമന്ത്രങ്ങളുണ്ട് എന്നും അത് ഗുരുമുഖത്തിൽ നിന്നും പഠിച്ചിട്ട്
അതും പ്രകാരമുള്ളതായ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ആ ശ്ലോകത്തെ ഉപാസിച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേക കാര്യസിദ്ധി ഉണ്ടെന്നും ഒക്കെ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഗുരുമുഖത്തിൽ നിന്നും പഠിക്കേണ്ടതായതുകൊണ്ട് നമ്മളതിനൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. പിന്നെ നമ്മൾ ഈ ശ്ലോകം ആവർത്തിച്ച് എത്ര പ്രാവശ്യം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം ജപിച്ചു കഴിഞ്ഞാൽ വൈഷ്ണവി ദേവിയുടെ ഉദ്ധാരണം നമ്മുടെ ഉള്ളിലുണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനം. അതുകൊണ്ട് 10 ദിവസം ഉണ്ടല്ലോ ഈ ശ്ലോകം, അടുത്ത ശ്ലോകം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 10 ദിവസം ആവർത്തിച്ച് ഈ ശ്ലോകം എല്ലാവരും ജപിക്കുക. അതിൻ്റേതായ പ്രയോജനം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നറിയിക്കുകയാണ്. ഷോഡശാക്ഷരി മന്ത്രം ജപിക്കുന്നതിൻ്റെ ഫലം, ഓങ്കാരം ജപിക്കുന്നതിൻ്റെ ഫലം, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതിൻ്റെ ഫലം, അതുപോലെ ക്ലീങ്കാരം എന്ന കാമരാജകൂടം ജപിക്കുന്നതിൻ്റെ ഫലം, ഇതെല്ലാം ഈ ഒരു സ്തോത്രം ജപിക്കുന്നതിൽ കൂടി നമുക്ക് സിദ്ധമാകും. അത് എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയം.